തൊടുപുഴയിൽ പി ജെ ജോസഫിന്റെ വസതിയിൽ നിന്ന് സി എൻ പ്രകാശും ചേരുന്നു. പ്രകാശ്, ശുഭകരമായി അവസാനിക്കുമെന്നുള്ള വാക്കാണ് കഴിഞ്ഞ ദിവസങ്ങളായി പി ജെ ജോസഫ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ കോൺഗ്രസുമായി ഒരു ഫോർമുല മുന്നോട്ട് വെക്കുന്നു. അത് ഇടുക്കിയിൽ UDF സ്വതന്ത്രനായി നിൽക്കാനുള്ള, അതിലും വലിയ രീതിയിലുള്ള പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു ജോസഫ്. പക്ഷേ കോൺഗ്രസ് പരിപൂർണമായും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിർദ്ദേശം വരികയും ഇത് നടപ്പാക്കുകയില്ല എന്നുള്ള ഒരു സൂചനയും നൽകുന്നതോടെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് ജോസഫ് ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുന്നത്? അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയത്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നടത്തിയ പ്രതികരണമാണ് അല്പം മുമ്പ് നമ്മൾ സംപ്രേഷണം ചെയ്തത്. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്ന ഒരു കാര്യം, നാളെ വൈകിട്ട് വരെ കാത്തിരിക്കും എന്നാണ്. അതായത് ഹൈക്കമാൻഡ് സംസ്ഥാന നേതാക്കൾക്ക് കർക്കശമായ നിർദ്ദേശം, കോൺഗ്രസിന്റെ സീറ്റ് മറ്റ് ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കോ മറ്റേതെങ്കിലും ഘടകകക്ഷികൾക്കോ വിട്ടുകൊടുക്കേണ്ടതില്ല, കഴിയുന്നത്ര സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന ഹൈക്കമാൻഡിന്റെ കർക്കശ നിർദ്ദേശം വന്നത് ഏതായാലും പി ജെ ജോസഫിന്റെ ഇടുക്കിയിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. അത് നാളെ വൈകിട്ടോടു കൂടിയാണ് സമാപിക്കുകയുള്ളൂ. അതിനുശേഷം അതുവരെ കാത്തിരിക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് വ്യക്തമായ ഒരു നിലപാട് പി ജെ ജോസഫ് സ്വീകരിക്കുകയുള്ളൂ. ഒരുപക്ഷെ UDF വിമതനായി അടക്കം മത്സരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പരിഗണനയിൽ ഉണ്ടാകാം. എന്നാൽ ഏതായാലും UDF സ്വതന്ത്രനായി ഇടുക്കിയിൽ മത്സരിക്കാമെന്ന ജോസഫിന്റെ മോഹത്തിന് ഏതായാലും ഒരു ചെറിയ തോതിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ഇടുക്കിയിലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പ്, ഒപ്പം സംസ്ഥാന കോൺഗ്രസിലെ രണ്ടാം നിര നേതാക്കളുടെ ശക്തമായ എതിർപ്പ്. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ ഡീൻ കുര്യാക്കോസ്, മുൻ MLAയും കോൺഗ്രസിലെ സമന്വയ നേതാവായ ജോസഫ് വാഴക്കൻ എന്നിവരാണ് ഇടുക്കിയിലെ കോൺഗ്രസിന്റെ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അവരടക്കമുള്ള നേതാക്കൾ ശക്തമായ വിയോജിപ്പ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഡീൻ കുര്യാക്കോസ് ഇന്ന് രാവിലെ ഡൽഹിയിൽ ഉമ്മൻചാണ്ടിയുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും കോൺഗ്രസിന്റെ സീറ്റ് മറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടു നൽകുന്നതിലുള്ള അതൃപ്തിയാണ് അവർ പ്രകടിപ്പിച്ചത്. കേരള കോൺഗ്രസ് മാണി വിഭാഗമാകട്ടെ വളരെ ശക്തമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജോസഫിനെ ഇടുക്കിയിൽ നിർത്താനുള്ള നീക്കത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. മാണി ഗ്രൂപ്പിലെയും ഉന്നത നേതാക്കൾ ഇത് സംബന്ധിച്ചുള്ള അതൃപ്തി കോൺഗ്രസ് നേതാക്കളെയും ഒപ്പം തന്നെ UDFിലെ ഘടകകക്ഷി നേതാക്കളെയും അറിയിച്ചു കഴിഞ്ഞു. കാരണം കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടുക്കിയിൽ പി ജെ ജോസഫ് മത്സരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യമാണ് മാണി കോൺഗ്രസ് ഉയർത്തുന്നത്. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി രണ്ടില ചിഹ്നത്തിൽ പി ജെ ജോസഫ് മത്സരിക്കണം എന്ന ആവശ്യവും അവർ ഉയർത്തുന്നുണ്ട്. പ്രകാശ്, ഇന്നലെ ലീഗ് കൂടി ഈ വിഷയത്തിനകത്ത് ചർച്ചകൾ പങ്കെടുക്കുമെന്നുള്ളൊരു സൂചനയുണ്ടായിരുന്നു. അതേസമയം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഞങ്ങൾ ഈ വിഷയം അറിഞ്ഞിട്ട് പോലുമില്ല, ഈ വിഷയം വിട്ടേക്കൂ എന്നായിരുന്നു. ലീഗിന് ഇപ്പോൾ കേരള കോൺഗ്രസ് ഈ ചർച്ചയ്ക്കകത്ത് ലീഗിന് എന്തെങ്കിലും റോളുണ്ടോ? സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ താല്പര്യമാണ് പി ജെ ജോസഫിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിഷേധം തണുപ്പിച്ചുകൊണ്ട് UDFിന്റെ ഭാഗമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFിന്റെ ഒപ്പം നിർത്തുക എന്നത് സംസ്ഥാന കോൺഗ്രസിന്റെ താല്പര്യം മാത്രമാണ്. ഹൈക്കമാൻഡ് ഈ താല്പര്യത്തിന് ഏതായാലും അനുഗുണമായി ചിന്തിക്കാൻ സാധ്യതയില്ല, അത്തരം നീക്കങ്ങൾ നടത്താൻ സാധ്യതയില്ല. ഏതായാലും കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ സീറ്റുകളിൽ മാത്രമാണ് കേരള കോൺഗ്രസിന് കാര്യമായ സ്വാധീനമുള്ളത്, വിശേഷിച്ച് പി ജെ ജോസഫിന് അല്പം സ്വാധീനമുള്ളത്. ആ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ UDFിനെതിരായി പി ജെ ജോസഫ് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ 3 പാർലമെന്റ് സീറ്റുകളിലും അത് തിരിച്ചടിയാകും എന്ന് കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പി ജെ ജോസഫിനെ UDF സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടുക്കിയിൽ മത്സരിപ്പിച്ചുകൊണ്ട് ഒരു അനുനയ ശ്രമത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് ഇതിന് പച്ചക്കൊടി കാട്ടാത്ത സാഹചര്യത്തിലാണ് വലിയ തോതിലുള്ള തിരിച്ചടി ആ നീക്കത്തിന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും PK കുഞ്ഞാലിക്കുട്ടിക്ക് ഈ കാര്യത്തിൽ ഇടപെടുന്നതിൽ പരിമിതികൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ശക്തമായ നിർദ്ദേശം ഉണ്ടായ ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു സമവായം സൃഷ്ടിക്കുന്നതിൽ ഏതായാലും പരിമിതികൾ ഉണ്ടാവുകയാണ്. ഞാൻ തിരികെ വരാം. CN പ്രകാശ്, ഇപ്പോൾ ഇൻപുട്ട് TJ ശ്രീലാൽ നമുക്കൊപ്പം ചേർന്നു. ശ്രീലാൽ, കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പോകുന്നതിന് മുൻപേ, കാരണം കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ കീറാമുട്ടി കേരള കോൺഗ്രസിന്റെ സീറ്റ് തർക്കമായത് അവസാനം ഉരുത്തിരിഞ്ഞ ഒരു ഫോർമുലയായിരുന്നു ഇടുക്കിയിൽ സ്വതന്ത്രനായി മത്സരിക്കട്ടെ ജോസഫ് എന്നുള്ളത്. അത് ഹൈക്കമാൻഡ് തള്ളിയ സ്ഥിതിക്ക് ആ തർക്കം നീണ്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇടുക്കി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എളുപ്പമാകുമായിരുന്നില്ലേ ജോസഫിനെ തന്നെ UDF സ്വതന്ത്രനായി നിർത്തിയാൽ? അങ്ങനെ ഒരു വിശകലനം ഇതിനൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഹൈക്കമാൻഡ് ഈ നിർദ്ദേശം തള്ളിയത്?
അപർണ, ഇടുക്കിയിൽ പി ജെ ജോസഫ് സ്വതന്ത്രൻ എന്നുള്ള ഒരു നിർദ്ദേശം തന്നെ അത് തള്ളാൻ വേണ്ടി ഹൈക്കമാൻഡിൻ്റെ പേരിൽ പിന്നീട് തള്ളാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു കാരണവശാലും മറ്റൊരു ഘടകകക്ഷിക്കും കോൺഗ്രസിൻ്റെ സീറ്റ് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് കെ എം മാണിയും മാണി വിഭാഗവും കേരള കോൺഗ്രസിലെ മാണി വിഭാഗവും പി ജെ ജോസഫിനെതിരെ നിൽക്കുമ്പോൾ എന്തിന് പി ജെ ജോസഫിന് കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് എടുത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സീറ്റ് എടുത്ത് നൽകേണ്ടതെന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടി അല്ലെങ്കിൽ 2 ദിവസം കൂടി പി ജെ ജോസഫിനെ അനുനയിപ്പിച്ച് നിർത്താൻ വേണ്ടി മാത്രം ആ സമയം കൊണ്ട് പി ജെ ജോസഫിനെ അനുനയിപ്പിക്കാം എന്നുള്ളൊരു ആലോചനയുടെ പുറത്താണ് ഇന്നലെ ആ ഒരു തീരുമാനമെടുത്തത്. 2, ഹൈക്കമാൻഡിന്റെ പേരിൽ ഇത് വളരെ സുഗമമായി കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ സാധിക്കും. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു നിർദ്ദേശം അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിന് സുഖമായ ആ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പി ജെ ജോസഫിന് യാതൊരു കാരണവശാലും ആ സീറ്റ് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല കോൺഗ്രസ് ഇന്നലെ തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഈ നിർദ്ദേശം പി ജെ ജോസഫിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു നിർദ്ദേശമാണ്, കോൺഗ്രസ് അങ്ങോട്ട് വെച്ച നിർദ്ദേശമല്ലാതെ. പക്ഷേ പി ജെ ജോസഫ് ഇന്നലെ പറഞ്ഞത് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. കോൺഗ്രസ് ആണ് മുന്നോട്ട് വച്ചിട്ടുള്ള പി ജെ ജോസഫിന്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു, മുഖവിലേക്കെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഇത് പി ജെ ജോസഫിനെ ഒന്നുകൂടി ഒരു 2 ദിവസം കൂടി അടക്കി നിർത്താൻ വേണ്ടി മാത്രം കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു ഫോർമുലയാണ്. ഒരു കാരണവശാലും പി ജെ ജോസഫിന് ആ സീറ്റ് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരു പക്ഷേ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ ഈ വിഷയം എത്തിയോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസ് ആ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു ഇന്നലെ തന്നെ. ഹൈക്കമാൻഡിന്റെ പേരിൽ ഇപ്പോൾ തള്ളുന്നു. ഹൈക്കമാൻഡിന് ഇങ്ങനെ ഒരു നിലപാടെടുത്തു. ഇനി ഞങ്ങൾക്ക് KPCCക്കും ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊരു നിലപാടെടുത്ത് വെച്ച് പി ജെ ജോസഫിനെ മുന്നിൽ വയ്ക്കുന്നു. പി ജെ ജോസഫ് ഇനി എന്ത് ചെയ്യും എന്നതാണ് ചോദ്യം. ഉണ്ണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി ജെ ജോസഫിനൊപ്പം നിൽക്കുന്നവർ അദ്ദേഹം ഇടുക്കിയിൽ മത്സരിക്കണം അല്ലെങ്കിൽ കോട്ടയത്ത് മത്സരിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. കോട്ടയത്ത് എന്തായാലും മത്സരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും പുറത്തുപോയി MLA സ്ഥാനം രാജിവെച്ച് ഒപ്പം നിൽക്കുന്ന മോൻസിം MLA സ്ഥാനം രാജിവെച്ച് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാകാനുള്ള സാധ്യതയല്ല, അയോഗ്യനാകും. അങ്ങനെയെങ്കിൽ ഇടുക്കിയിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസ് അവസാനം പറ്റിച്ച കോൺഗ്രസിന് കൂടി ഒരു പണി കൊടുത്തുകൊണ്ട് ഇടുക്കിയിൽ മത്സരിക്കുമോ എന്ന്. അവിടെയും കെ എം മാണിയുടെ അനുമതി വേണം 2 ചിഹ്നത്തിൽ മത്സരിക്കണമെങ്കിൽ. ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പി ജെ ജോസഫിനെ കേരള കോൺഗ്രസിൽ നിന്നും പുറത്താക്കാനുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് നയിക്കാനുള്ള, പുറത്തേക്ക് പറഞ്ഞുവിടാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരു കാരണവശാലും 2 ചിഹ്നത്തിൽ പി ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ കോൺഗ്രസിനും എന്നാൽ ആയിക്കോട്ടെ, പി ജോസഫ് ഇവിടെ നിൽക്കട്ടെ, ജോസ് കെ മാണി അംഗീകരിച്ച് പി ജോസഫ് നിൽക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരു പക്ഷേ കേരള കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം മാണി വിഭാഗം എടുക്കാൻ ആലോചിച്ചേക്കാം. പക്ഷെ അപ്പോഴും മുന്നണിയിൽ നിന്നുകൊണ്ട് അത് എളുപ്പവുമല്ല. ശ്രീലാല പറഞ്ഞ പോലെ ഹൈക്കമാൻഡിൽ ഈ വിഷയം എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഉയർന്നതിന് മുൻപ് തന്നെ ഇന്നലെ ലീഗ് എടുത്ത നിലപാട്, ഈ വിഷയത്തിനകത്ത് ലീഗ് കോൺഗ്രസ് നേതാക്കൾ ഒരുപോലെ ചർച്ച നടത്തും, കെ എം മാണിയെ അനുനയിപ്പിക്കും എന്നുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കൃത്യമായ പ്രതികരണം വരുന്നത്. അങ്ങനെ ഒരു വിഷയമില്ല, അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, നിങ്ങളിത് വിട്ടു കളഞ്ഞോളൂ എന്നാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതായത് 3 സീറ്റ് ആവശ്യപ്പെട്ട ലീഗിന്റെ മുന്നിൽ പച്ചക്കൊടി കാണിക്കാത്ത കോൺഗ്രസിന് ഈ രീതിയിലേക്കുള്ള ഒരു ഫോർമുലയിലേക്ക് ഒരു കാരണവശാലും ലീഗ് പച്ചക്കൊടി കാണിക്കില്ല എന്ന കാര്യം വ്യക്തമായിരുന്നു അപ്പോൾ തന്നെ. അപർണ, കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായ പ്രതിസന്ധി ഇതിനപ്പുറത്താണ്. കുഞ്ഞാലിക്കുട്ടി ലീഗ് 3 സീറ്റ് ചോദിക്കുന്നു. അതിനുശേഷം ആ 3 സീറ്റിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് ലീഗിന്റെ ഭാഗമായി എത്തുന്നത് കുഞ്ഞാലിക്കുട്ടി അവസാനം 2 സീറ്റ് മതി ലീഗിന് എന്ന് തീരുമാനിച്ച് തിരിച്ചു പോകുന്നു. അതിനുശേഷം കേരള കോൺഗ്രസിന് 1 സീറ്റിന് മാത്രം അർഹതയുള്ള, മുന്നണിയിൽ 3ാമത്തെ കക്ഷി എന്ന നിലയിൽ നിൽക്കുന്ന 1 സീറ്റ് മാത്രം അർഹതയുള്ള, 1 സീറ്റ് മാത്രം ഇതുവരെ മത്സരിച്ചിരുന്ന കേരള കോൺഗ്രസിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടി 2ാം സീറ്റിനായി വാദത്തിനിറങ്ങുന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നു, വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു. സ്വന്തം പാർട്ടിക്കുള്ള സാഹചര്യങ്ങൾ ആവശ്യപ്പെടാതെ മറ്റൊരു പാർട്ടിക്ക്, സാഹചര്യം ഇല്ലാത്തൊരു പാർട്ടിക്ക് വേണ്ടി വാദിക്കാനിറങ്ങുന്ന കുഞ്ഞാലിക്കുട്ടിയാണ്. ആ കുഞ്ഞാലിക്കുട്ടി വാദിക്കാനിറങ്ങുന്നു എന്നായിരുന്നു പാർട്ടിക്കുള്ളിൽ ഇത് ചിത്രീകരിക്കപ്പെട്ടത്. UDFന്റെ കെട്ടുറപ്പൊന്നും അല്ല അവിടുത്തെ പ്രശ്നം എന്നുള്ള രീതിയിൽ കാര്യങ്ങളെത്തി. അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി ഈ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നത്. കുഞ്ഞാലിക്കുട്ടി കെ എം മാണിയുമായി എറണാകുളത്ത് ചർച്ച നടത്തിയിരുന്നു, ജോസഫുമായി ചർച്ച നടത്തിയിരുന്നു. പിന്നീട് കുഞ്ഞാലിക്കുട്ടി ഈ ഭാഗത്തേക്കുള്ള ചർച്ചകൾക്ക് പങ്കെടുത്തേയില്ല. ടെലിഫോൺ ഒരു പക്ഷേ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകും. പക്ഷേ കുഞ്ഞാലിക്കുട്ടി പരസ്യമായി ഇറങ്ങില്ല എന്ന തീരുമാനത്തിലേക്ക് വന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. സ്വന്തം പാർട്ടിക്ക് വേണ്ടി വാദിക്കാതെ മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട്, അതും അർഹതയില്ലാത്ത, ലീഗിന് അർഹതയുണ്ട് എന്നാണ് ലീഗ് അവകാശപ്പെടുന്നത്, ആ അർഹതയുള്ള ലീഗിന് വേണ്ടി വാദിക്കാതെ അർഹതയില്ലാത്ത കേരള കോൺഗ്രസിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടി ഇറങ്ങുന്നതിൽ വലിയ പ്രതിഷേധമുണ്ടായി. അവിടെ കുഞ്ഞാലിക്കുട്ടി ആ ശ്രമം അവസാനിപ്പിച്ചു. റൈറ്റ്, ഞാൻ തിരികെ വരാം. TJ ശ്രീലാൽ, ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കിപ്പോൾ ചേർന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നലെ ഉരുത്തിരിഞ്ഞ ആ ഫോർമുലയാണത്. ഹൈക്കമാൻഡ് പൂർണ്ണമായും തള്ളിയതായിട്ടുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെ UDFന്റെ സ്വതന്ത്രനായി പി ജെ ജോസഫ് മത്സരിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരിക്കുന്ന അടി മാണി ഗ്രൂപ്പിൽ നിന്ന് മാത്രമല്ല, പരിപൂർണമായി വിശ്വസിച്ച് എല്ലാം ശുഭകരമായി പര്യവസാനിപ്പിച്ചുകൊള്ളും എന്ന് പ്രതീക്ഷ UDFന്റെ ദിവസം 3ഉം 4ഉം ഒക്കെയായി. അവിടെ നിന്നും വലിയ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊന്നുമില്ല. ജോസഫിന്റെ മുന്നിൽ എന്തെങ്കിലും വഴി ബാക്കിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ജോസഫിന്റെ മുമ്പിൽ ഒരു വഴിയും ബാക്കിയില്ല. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. ജോസഫിന്റെ
ആഗ്രഹം അത്യാഗ്രഹമാണ്, അല്ലെങ്കിൽ മോഹം അതിമോഹമാണ്. കാരണം കേരള കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് ഒരു സീറ്റ് കൂടുതൽ UDF-ന് കൊടുക്കാൻ കഴിയില്ല. ഇതിനേക്കാളും എത്രയോ സംഖ്യാബലമുള്ള, എത്രയോ മെച്ചപ്പെട്ട സംഘടനാ സംവിധാനമുള്ള മുസ്ലിം ലീഗ് പാർട്ടിക്ക് 2 സീറ്റിലേ കൊടുത്തത്. അപ്പൊ കേരള കോൺഗ്രസിന് 2 സീറ്റ് എങ്ങനെ കൊടുക്കാൻ കഴിയും? മുസ്ലിം ലീഗിന് അവരുടെ ശക്തിക്കനുസരിച്ചാണെങ്കിൽ 3ഓ 4ഓ സീറ്റുകൾ ചോദിക്കാം. മുസ്ലിം ലീഗ് ചോദിച്ചാൽ കോൺഗ്രസ് കൊടുക്കും, മുസ്ലിം ലീഗ് ചോദിക്കാത്തതും കോൺഗ്രസ് കൊടുക്കാത്തതും അത് മറ്റു തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അത് മുന്നണിക്ക് മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് അർഹതയില്ലാത്തതുകൊണ്ടല്ല. അത് സാമുദായികമായിട്ടുള്ള സന്തുലനം തെറ്റിക്കും എന്നൊക്കെയുള്ള കാരണം കൊണ്ട്, പിന്നെ ഇപ്പൊ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സാമുദായിക ധ്രുവീകരണം കൂടുതൽ ശക്തമാക്കുമെന്ന കാരണത്താലാണ് മുസ്ലിം ലീഗ് 3ആം സീറ്റ് ചോദിക്കാത്തത്. അർഹതയില്ലാത്തതുകൊണ്ടല്ല. അത് വിവേകപൂർണമായ ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. ഞാനിത് ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുസ്ലിം ലീഗ് വിവേകപൂർണമായ തീരുമാനമാണ് എടുത്തത്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും പോരാ എന്നുള്ള ചിന്താഗതിയാണ്. PJ ജോസഫിന്റെ സീറ്റിന് അർഹതയുണ്ട്, പക്ഷേ അത് ഇടുക്കി സീറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ട് കോട്ടയം കോൺഗ്രസ് ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ ഇനി ചാലിക്കാടൻ 2 ചിഹ്നത്തിൽ മത്സരിക്കും, PJ ജോസഫ് സ്വതന്ത്രമായിട്ട് മത്സരിക്കും എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയുള്ളത്? PJ ജോസഫ് ജനിച്ച കാലം തൊട്ട് കേരള കോൺഗ്രസ്സുകാരനാണ്. ഇപ്പൊ അദ്ദേഹം കേരള കോൺഗ്രസിന്റെ MLA ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം എങ്ങനെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുക? അങ്ങനെ ഒരു സ്വതന്ത്രം മത്സരിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അദ്ദേഹത്തിന് പാർലമെന്റിൽ പോകാനുള്ള ആഗ്രഹം നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കും ശ്രീ ജയശങ്കർ ഇത് ഒരുപക്ഷെ അവസാനത്തെ ഒരു ഫോർമുല എന്ന രീതിയിൽ നോക്കിയതാവും. ജോസഫ് മാധ്യമങ്ങളോട്, പ്രത്യേകിച്ച് ന്യൂസ് 18 തന്നെ പ്രതികരിച്ചത് ഇങ്ങനെ ഒരു ഫോർമുല ഞങ്ങൾ ഇതാ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കോൺഗ്രസ് അതിന് പച്ചക്കൊടി കാണിക്കുമെന്നുള്ളത്. ഇപ്പോ മാണി വിഭാഗം മാത്രമല്ല, കോൺഗ്രസും പറഞ്ഞു പറ്റിച്ചോ ജോസഫിനെ എന്നൊരു ചോദ്യം കൂടിയാണ് ചോദിക്കേണ്ടതായി വന്നിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് പറഞ്ഞു പറ്റിക്കലിന്റെ പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസ് അങ്ങനെ ഒരു സാധ്യത ആലോചിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ മറ്റൊരു വിധത്തിൽ ആലോചിക്കും. ഇവിടെ ഇടുക്കി സീറ്റിൽ മത്സരിക്കാൻ യോഗ്യതയും അർഹതയുള്ള എത്രയോ കോൺഗ്രസ്സുകാരുണ്ട്. അവരാരും പരിഗണിക്കാതെ പാർട്ടിയെ ഇന്നലെ മിനിയാന്നും വരെ വിമർശിച്ചുകൊണ്ടിരുന്ന വളരെക്കാലം ഇടതു മുന്നണിയുടെ ഭാഗമായിരുന്ന PJ ജോസഫ് വന്നിട്ട് ഞാൻ ഐക്യമുന്നണി സ്വതന്ത്രമായിട്ട് മത്സരിച്ചോളാം എന്ന് പറഞ്ഞാൽ എനിക്ക് യുക്തിയുള്ളത്? അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ജോസഫ് വിഭാഗത്തിന് ഇനി കേരള കോൺഗ്രസ് എമ്മിനകത്ത് തുടരാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, ഒരു മുന്നണി ബന്ധം കൂടി വഷളാവുമോ ഈ തീരുമാനത്തോടു കൂടി? മുന്നണിയിൽ ഏത് കാലത്തും ഇങ്ങനെയുള്ള തട്ടുമുട്ടും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് ചില പാർട്ടികൾ വിട്ടുപോകും, കുറെ പാർട്ടികൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും. അതൊക്കെ പതിവുള്ള കാര്യമാണ്. PJ ജോസഫിന് ഒന്നുകിൽ MLA സ്ഥാനം രാജിവെച്ച് ഇടതു മുന്നണിയിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവൊക്കെ അവിടെ ഉണ്ട്. അവർ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ പാർട്ടി പുലർത്തി മോൻസ് ജോസഫിനും PJ ജോസഫിനും ഐക്യമുന്നണിയിൽ തന്നെ തുടരാം. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. രണ്ടാണെങ്കിലും അത് തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. PJ ജോസഫ് ഇടുക്കിയിൽ മത്സരിച്ചാൽ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ ആരും വോട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചത്. ഇപ്പോൾ ജനപക്ഷ നേതാവ് PC ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ PC ജോർജ്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് മാത്രമല്ല കോൺഗ്രസിൽ നിന്നും വലിയ രീതിയിലുള്ള ഗുണം PJ ജോസഫിന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം വിചാരിക്കാൻ. എല്ലാം ശുഭകരമായി പര്യവസാനിക്കുമെന്ന് അദ്ദേഹം പറയാൻ തുടങ്ങിയിട്ട് 3-4 ദിവസത്തോളമായി. പക്ഷേ അത് നാളെ ആകും എന്ന് പറഞ്ഞ് നീണ്ടു പോകുന്നതല്ലാതെ അതിനകത്ത് തീരുമാനമുണ്ടാകുന്നില്ല. ഏകദേശം ഉരുത്തിരിഞ്ഞു വന്ന ഫോർമുല ഹൈക്കമാൻഡ് തള്ളുകയും ചെയ്തിരിക്കുന്നു. എന്ത് വഴിയുണ്ടാകും ഇനി മുന്നിൽ? അതായത് ജോസഫിന്റെ ഒരു സ്ഥിര പരിപാടിയായത് ഇത് ഇന്നലെ തുടങ്ങിയ ജോസഫ് എല്ലാ കാലത്തും ഇതുപോലെ സമ്മർദ്ദ രാഷ്ട്രീയം നടത്താറുണ്ട്. എനിക്കിതിനകത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരള കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും UDF-ന് ഒരു തലവേദനയും പാരിക. ഇപ്പൊ ഈ UDF-ന് ഇവിടെ ഇടതുപക്ഷം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന കേരളം, BJP-യുടെ സാധ്യത നമുക്കറിയാം. ആ നിലയ്ക്ക് ഒരു 16-17 സീറ്റെങ്കിലും മിനിമം UDF-ന് കിട്ടേണ്ടതാണ്. അത് നശിച്ച് നാരായണക്കൽ പിടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. ആരാ? ഈ മാണിയുടെ ഒരു സീറ്റാ. ഈ മാണിയൊക്കെ പാർട്ടിയിൽ നിന്ന് മുന്നണിയിൽ നിന്ന് പുറത്താക്കാത്തതിന് രക്ഷപ്പെടുകയല്ലേ. ഇപ്പൊ ജോസഫ് അടുത്ത സാധാരണക്കാരൻ. ഈ ജോസഫിനെയും മാണിയും തല്ലിക്കണം കോൺഗ്രസ്. ഈ കേരള കോൺഗ്രസ് വേണ്ടെന്ന് പറയണം. അപ്പൊ അതോടുകൂടി കേരളത്തിലെ UDF-ന് മാന്യതയുണ്ടാവും. ആലോചിച്ചോളി, എപ്പോഴും ഇത് ശല്യമല്ലേ. അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴും ഈ സമ്മർദ്ദം നശിപ്പിച്ച സീറ്റ്. ഇപ്പൊ ഒരു പ്രശ്നമില്ലാത്തൊരു 16 സീറ്റ് ജയിക്കേണ്ട കോൺഗ്രസിൽ ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷത്തിന് മുന്നിൽ വരുത്തതാണ് ഈ മാണിയുടെ തർക്കമാണ്. മാണി ജീവിച്ചിരുന്നപ്പോ തർക്കം. മാണി ഇപ്പൊ ആരോഗ്യമില്ലാതെ, ഞാൻ മറ്റൊരു കടത്തി പറയുകയല്ല, മാണിയുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ നമുക്കറിയാം. മകൻ ഏറ്റെടുത്തിരിക്കുക, അതിലും പറപ്പായിട്ട് ഒന്നാലോചിച്ച്. അപ്പനേക്കായി കടയായിട്ട് മകൻ ഇറങ്ങിയിരിക്കുക. മകന് രാഷ്ട്രീയമില്ല. ഒരു സംശയം വേണ്ടി ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പം ഈ മകൻ LDF-ൽ സ്ഥാനം കിട്ടി അങ്ങോട്ട് പോകും.
ഒരിക്കലും UDF നിൽക്കില്ല. ഇത് മനസ്സിലാക്കാൻ ഒരുപറ്റം നേതാക്കന്മാർ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശ്രീ PC ജോർജ് കേൾക്കാമോ? സാങ്കേതിക തകരാറുകൾ. അദ്ദേഹം യാത്രയിലായിരുന്നു. PC ജോർജ്, കേരള കോൺഗ്രസ് തർക്കം തീരുമാനമാകുന്നില്ല, അതിൽ പ്രതികരിക്കുകയായിരുന്നു PC ജോർജ്. ന്യൂസ് 8 ഡൽഹിയിൽ നിന്ന് വീണ്ടും M ഉണ്ണികൃഷ്ണനിലേക്ക് ചേർന്നു. ഉണ്ണി, കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഏറ്റവും ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് കൂടെ കടന്ന ശേഷം അപർണ, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ തന്നെ പല ധാരണകളിലും എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വിമാനത്തിൽ തന്നെ പ്രമുഖ നേതാക്കൾ ഉണ്ടായിരുന്നു. അവർ ഡൽഹിയിലേക്ക് വരുന്ന വഴി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ വയ്ക്കുക. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയ്ക്കും മുകുൾ വാസ്നിക്കിനും പുറമെ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ക്ഷണിതാക്കളായി പങ്കെടുത്തേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു അന്തിമ രൂപം നൽകിക്കൊണ്ട് നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭ്യമാക്കി പ്രഖ്യാപനത്തിനാണ് സാധ്യതയുള്ളത്. ഈ നേരത്തെ ഉണ്ടായിരുന്ന അനിശ്ചിതത്വം, ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ സീറ്റുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും, KC വേണുഗോപാൽ മത്സരിക്കുമോ, മുല്ലപ്പള്ളി മത്സരിക്കുമോ എന്നൊക്കെയായിരുന്നു. അതിലൊക്കെ ഏറെക്കുറെ അനിശ്ചിതത്വങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മത്സരിക്കാനില്ല എന്ന അദ്ദേഹത്തിന്റെ നിലപാടിന് രാഹുൽ ഗാന്ധിയുടെ അംഗീകാരം ലഭ്യമാക്കിയിരിക്കുന്നു. അതോടെ പത്തനംതിട്ട, ഇടുക്കി സീറ്റുകൾ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം മാറിയിട്ടുണ്ട്. ഇടുക്കിയിൽ ജോസഫിന്റെ കാര്യത്തിൽ അനുകൂല തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പായതുകൂടി മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തന്നെ ഇടുക്കിയിൽ പരിഗണിക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു. വടകരയിൽ ആര് മത്സരിക്കുമെന്നതിലും അനിശ്ചിതത്വം ഏറെക്കുറെ നീങ്ങിയ മട്ടാണ്. രമയെ പിന്തുണയ്ക്കുന്നതിലുപരിയായി T സിദ്ദിഖിനെ പോലെ കോൺഗ്രസിന് തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നതാണ് ആ നിർദ്ദേശം. മാത്രമല്ല വയനാട് KC വേണുഗോപാൽ മത്സരിക്കാനും തീരുമാനമായിട്ടുണ്ട്. സിറ്റിംഗ് എംപിമാരെല്ലാം തുടരാനുള്ള ധാരണയിലേക്കും കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ അനിശ്ചിതത്വങ്ങൾ ഏറെക്കുറെ മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്നത്തെ യോഗത്തിൽ ആ സ്ഥാനാർത്ഥി പട്ടികയിലെ അന്തിമ പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ട് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി പേരുകൾ വിടാനുള്ള സാധ്യത തന്നെയാണുള്ളത്. M ഉണ്ണികൃഷ്ണൻ വിശദാംശങ്ങൾ നൽകുന്നു. ഇൻപുട്ട് TJ ശ്രീലാൽ നമുക്കൊപ്പം ചേർന്നു. ശ്രീലാൽ, സിറ്റിംഗ് എംപിമാരെല്ലാവരും തുടരുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് കടക്കുന്നതായി ഉണ്ണി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനകത്ത് വടകര പോലും ചില സൂചനകൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാൻ പറയുന്നു ഒരു പൊതു സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്യുന്നതിൽ തെറ്റില്ല, രമയ്ക്ക് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാകാമെന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സൂചനകൾ പോലും ഇടുക്കിക്കൊപ്പം ആ സൂചനകളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സീറ്റുകളിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എംപിമാർ അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രമുഖർ തന്നെ മത്സരിക്കട്ടെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏകദേശം സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആശയക്കുഴപ്പങ്ങൾ മാറി എന്ന് കരുതണോ? ഒറ്റ നോട്ടത്തിൽ എങ്ങനെ വിലയിരുത്തണം? അപർണ, ഇപ്പോഴും ചില പ്രതിസന്ധികൾ കോൺഗ്രസ് പട്ടികയിൽ നിലനിൽക്കുക തന്നെയാണ്. അതിലേറ്റവും പ്രധാനം ഇടുക്കി തന്നെയാണ്. ഇടുക്കിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു നിർദ്ദേശം ഇടുക്കിയിൽ കോൺഗ്രസ് തന്നെ മത്സരിച്ചാലും മതി എന്നാണ്. അതായത് PG ജോസഫിന് ഇടുക്കി വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ കോൺഗ്രസിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിലേക്ക് ഇതുവരെയും ഇപ്പോഴും ചില അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അതായത് ജോസഫ് വാഴക്കനാണ് അവിടെ ഏറ്റവും സാധ്യതയായി നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഹൈക്കമാൻഡിന് നൽകിയ ലിസ്റ്റിലുള്ള പേരിലും ഏറ്റവും മുന്നിൽ ജോസഫ് വാഴക്കൻ തന്നെയാണ്. ജോസഫ് വാഴക്കൻ ഇടുക്കിയിൽ ജോസഫ് വാഴക്കൻ്റെ പേര് ഏറ്റവും മുന്തിയ പരിഗണനയ്ക്ക് വന്നതിനുള്ള കാരണം വയനാട് സീറ്റ് A ഗ്രൂപ്പിന് ലഭിക്കും എന്നുള്ള ഒരു ആലോചനയുടെ പുറത്തായിരുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ വയനാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ KC വേണുഗോപാലിനെ വയനാട്ടിൽ പരിഹരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നതോടെ വീണ്ടും AI ഗ്രൂപ്പുകളുടെ തർക്കത്തിൽ ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇടുക്കിയിൽ പരമ്പരാഗതമായി അല്ലെങ്കിൽ ഇടുക്കി A ഗ്രൂപ്പിന്റെ സീറ്റാണ് ഡീൻ കുര്യാക്കോസാണ് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത്. ഇത്തവണ അത് ഈ I ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ജോസഫ് വാഴക്കന് കൊടുക്കാൻ തീരുമാനിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യത്തിലായിരുന്നു. ആ സാഹചര്യം ഇല്ലാതായതോടെ ഇടുക്കിയിൽ അവകാശവാദം ഉന്നയിക്കാൻ A ഗ്രൂപ്പ് ആലോചിച്ചിട്ടുണ്ട്. A ഗ്രൂപ്പ് ആ അവകാശവാദം ഇന്നത്തെ ചർച്ചകളിൽ A ഗ്രൂപ്പ് ആ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. അവിടെ A ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ I ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അതൊരു പക്ഷേ വയനാട് സീറ്റ് വെച്ചിട്ടുള്ള ഒരു ആലോചനയാകും അവിടെ ഉണ്ടാകുക. വയനാട്ടിൽ അപർണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ ഒരു പൊതുസമ്മതൻ എന്നുള്ള രീതിയിലായിരുന്നു ആലോചനകൾ. പൊതുസമ്മതൻ എന്നുള്ള KK രമ തന്നെയായിരുന്നു UDFിന്റെയും മനസ്സിൽ. പക്ഷേ പിന്നീട് ഒരു ചിന്ത കോൺഗ്രസിനുണ്ടായത് വയനാട്ടിൽ കോൺഗ്രസ് KK രമയ്ക്ക് പിന്തുണ നൽകുന്നു, ഒപ്പം തന്നെ KK രമയ്ക്ക് പിന്തുണ നൽകുകയും KK രമ മത്സരത്തിന് ഇറങ്ങുകയും ചെയ്യുന്നു. BJPയും KK രമയ്ക്ക് പിന്തുണ നൽകി കഴിഞ്ഞാൽ വടകരയിൽ കേരളത്തിലെ ഒരു സീറ്റിൽ BJPയും കോൺഗ്രസും ഒരുമിച്ച് ഒരു സ്വതന്ത്രന് പിന്തുണ നൽകുന്നു, അല്ലെങ്കിൽ മറ്റൊരു കക്ഷിക്ക് ഒരു മുന്നണിക്ക് പുറത്തുള്ള സ്ഥാനാർത്ഥി പിന്തുണ നൽകുന്നു. ഇവർ ഒന്നിക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകും എന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ വടകരയുടെ കാര്യത്തിൽ വീണ്ടും മത്സരിക്കാം എന്നുള്ള ആലോചനയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. വടകരയിൽ കോൺഗ്രസിന് നിലവിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയില്ല. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണമെങ്കിൽ അത് T സിദ്ദിഖാണ്. T സിദ്ദിഖ് A ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് വടകര A ഗ്രൂപ്പിന് കൊടുത്തുകൊണ്ട് ഇടുക്കി I ഗ്രൂപ്പിന് ജോസഫ് വാഴക്കൻ ഇടുക്കിയിലേക്കും വടകരയിൽ സിദ്ദിഖും എത്തുന്ന ഒരു സാഹചര്യം ആകും ഉണ്ടാകുക.
അതിനോടൊപ്പം തന്നെ നേരത്തെ ഉണ്ണിയും പറഞ്ഞതുപോലെ മറ്റ് രണ്ട് ചെറിയ തോതിലെങ്കിലും തർക്കം നിൽക്കുന്ന സീറ്റുകൾ, ആര് മത്സരിക്കണമെന്നുള്ള ആശയക്കുഴപ്പം നിൽക്കുന്ന സീറ്റുകൾ, അതിലൊന്ന് ആറ്റിങ്ങലും മറ്റൊന്ന് ആലപ്പുഴയുമാണ്. ആറ്റിങ്ങലിൽ മത്സരിക്കാൻ ആദ്യം ആലോചിച്ചിരുന്നത് അടൂർ പ്രകാശിനെയാണ്. പിന്നീട് ആലപ്പുഴയിൽ KC വേണുഗോപാൽ മാറുന്ന സാഹചര്യത്തിൽ അവിടെ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് നല്ലത് എന്നൊരു ആലോചന കോൺഗ്രസിലുണ്ടാകുകയും അങ്ങനെയാണ് ആറ്റിങ്ങൽ മത്സരിക്കാൻ ആലോചിച്ചിരുന്ന അടൂർ പ്രകാശിനെ ആലപ്പുഴയിലേക്ക് മാറ്റാൻ ആലോചിച്ചതും ആലപ്പുഴയിലെ ലിസ്റ്റിൽ അടൂർ പ്രകാശിന്റെ പേര് ചേർത്തും. പക്ഷേ ഈ ലിസ്റ്റിൽ കോൺഗ്രസ് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന ലിസ്റ്റിൽ ആകെ 2 വനിതകൾ മാത്രമാണുള്ളത്. അതിൽ ഒന്ന് ആലത്തൂർ മത്സരിക്കുന്ന രമ്യ ഹരിദാസാണ് ഒരു വനിതാ സ്ഥാനാർത്ഥി. മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി എന്ന് ഷാനിമോൾ ഉസ്മാനാണ്. ഷാനിമോൾ ഉസ്മാനെ ആലപ്പുഴയിലേക്കാണ് ആദ്യം ആലോചിച്ചിരുന്നത്. ഈ ജാതി സമവാക്യം കണക്കിലെടുത്തുകൊണ്ട് ഷാനിമോളെ അടൂർ പ്രകാശിനെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവരാൻ ആലോചിച്ചപ്പോൾ ഷാനിമോളെ ആറ്റിങ്ങലിലേക്കാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ആറ്റിങ്ങലിലേക്ക് പോകാൻ ഷാനിമോൾ ഉസ്മാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന കാര്യം. ഷാനിമോൾ ഉസ്മാൻ വയനാട്ടിലായിരുന്നു ഷാനിമോൾ ഉസ്മാന് ഏറ്റവും താല്പര്യമുണ്ടായിരുന്ന സീറ്റ്. പക്ഷേ അവിടെ KC വേണുഗോപാൽ വരുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആലോചനയില്ല. എങ്കിൽ ആറ്റിങ്ങലോ ആലപ്പുഴയോ എന്ന് ആലോചിക്കുമ്പോൾ ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കാൻ താല്പര്യം ആലപ്പുഴ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആകപ്പാട് 2 വനിതകളുള്ള ഒരു ലിസ്റ്റിൽ രണ്ടാമത്തെ വനിത മത്സരിക്കാൻ തയ്യാറാകാതെ മാറി എന്നാൽ ഹൈക്കമാൻഡ് ഈ ലിസ്റ്റിന് അംഗീകാരം നൽകുകയില്ല. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലേക്ക് ഷാനിമോളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടൂർ പ്രകാശിനെ വീണ്ടും ആറ്റിങ്ങലിലേക്ക് മാറ്റുക എന്നൊരു ആലോചനയാണ്. അങ്ങനെ ആ ഒരു ആലോചനയിൽ കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം തന്നെ ശ്രീലാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വടകര ഞാൻ തിരികെ വരയ്ക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ ടോം വടക്കനെ കണക്കറ്റ് പരിഹസിക്കുകയും ചെയ്തിരിക്കുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വീണ്ടും TJ ശ്രീലാൽ KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നു നിലപാട്. അത് ഘടകകക്ഷികൾക്ക് അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നവർക്ക് നൽകാൻ കഴിയുന്ന അവസ്ഥയല്ല കോൺഗ്രസിൻ്റെതെന്ന്. അത് കൃത്യമാണ്. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സീറ്റുകൾ കോൺഗ്രസിന് തന്നെ ഉള്ളതാണ്. തീർച്ചയായും അപർണ, നമ്മൾ നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞത് അതേ ന്യായം പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനും കേരള കോൺഗ്രസിന് സീറ്റ് നൽകാൻ ആകില്ല എന്നുള്ള നിലപാട് വിശദീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ചത് മുസ്ലിം ലീഗിന് 2 സീറ്റ് നൽകുമ്പോൾ എങ്ങനെ കേരള കോൺഗ്രസിന് 3 സീറ്റ് നൽകാൻ ആകും എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. മുസ്ലിം ലീഗ് 3 സീറ്റ് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ഒരു സീറ്റ് നൽകിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗും സത്യം ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി മുസ്ലിം ലീഗ് പിന്മാറി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കൊടുക്കേണ്ട ഒരു വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. ഇവിടെ കേരള കോൺഗ്രസ് ആ തർക്കത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പരാതി കൂടി അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. എന്തായാലും നമ്മൾ പറഞ്ഞിടത്തേക്ക് തന്നെ കാര്യങ്ങൾ വരുന്നു. ജോസഫിന് കോൺഗ്രസിന്റെ പക്കൽ നിന്നും സീറ്റ് ലഭിക്കില്ല, സീറ്റ് നൽകില്ല. അത് ഹൈക്കമാൻഡിന്റെ പേരിൽ ഇപ്പോൾ ആവർത്തിച്ച് അരക്കിട്ടുറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. ജോസഫ് ഇനി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിക്കുക. രണ്ടാമത് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഈ മാധ്യമ പ്രവർത്തകർ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് KC വേണുഗോപാലിന്റെ കാര്യത്തിലാണ്. ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു വലിയ പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ നിന്നും മറികടക്കുന്നതിന് ഇന്നിപ്പോൾ ഹൈക്കമാൻഡിന്റെ തലയിലേക്ക് വച്ചിരിക്കുന്നു. KC വേണുഗോപാൽ മത്സരിക്കുമെന്നോ മത്സരിക്കില്ല എന്നോ ഉറപ്പിച്ച് പറയാൻ KPC പ്രസിഡന്റ് തയ്യാറായില്ല. അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. നിലവിൽ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് തിരക്കുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ ഡൽഹിയിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് പറയുന്നു. ഹൈക്കമാൻഡിൽ നിന്നും നമ്മൾക്ക് ലഭിച്ച വിവരമാണ് നമ്മൾ രാവിലെ പ്രേക്ഷകർ പങ്കുവച്ചത്. KC വേണുഗോപാൽ വയനാട്ടിലേക്ക് എന്നുള്ള സൂചന. ശ്രീലാൽ, പക്ഷേ KC വേണുഗോപാലിന്റെ കാര്യം പറയുന്നതും VM സുധീറിന്റെ കാര്യം പറയുന്നതും രണ്ടും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകൾ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് തോന്നുന്നു. കാരണം സുധീരൻ മത്സരിക്കണമെന്നുള്ളത് തന്റെ ആഗ്രഹമാണ്, KC മത്സരിക്കണമെന്നുള്ള തന്റെ ആഗ്രഹമാണ്. സുധീറിന് എന്തായാലും മത്സരരംഗത്തില്ല, അത് ഏകദേശം ക്ലിയർ ആണ് മുല്ലപ്പള്ളിക്ക്. പക്ഷേ KCയുടെ കാര്യത്തിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി വരാനുണ്ട്. തീർച്ചയായും KCയുടെ കാര്യത്തിൽ ഇനി KC വേണുഗോപാൽ തന്നെ തീരുമാനിച്ചാലും KPCC തീരുമാനിച്ചാലും ആ 2 തീരുമാനമുണ്ടായാലും ഹൈക്കമാൻഡിന്റെ അനുമതി വേണം. ഈ പറയുന്നതിൽ ഒരു കാര്യം വാസ്തവം തന്നെയാണ്. KC വേണുഗോപാലിന്റെ ചുമതലകൾ അദ്ദേഹത്തെ ഒരു തെരഞ്ഞെടുപ്പിന് സജീവമായി തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്നതിനും മണ്ഡലത്തിൽ തന്നെ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നതിനും തടസ്സമാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെയും അപ്പോഴുള്ള പ്രതിസന്ധികൾ, അപ്പോഴുള്ള അവരുടെ ആവശ്യങ്ങൾ, ഇതെല്ലാം പരിഹരിക്കുന്നതിനുള്ള ഏകജാലക സംവിധാനം കോൺഗ്രസിൽ, അത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ആ ജനറൽ സെക്രട്ടറിയാണ് ഈ കാര്യങ്ങളിൽ മുഴുവൻ തീരുമാനമെടുക്കേണ്ടതും അവർക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടതും അതാത് സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ തീരുമാനമെടുക്കേണ്ടത്. കാരണം ACC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തിരക്കിലായിരിക്കും. ഒന്നുകിൽ ACC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലായിരിക്കും, അല്ലെങ്കിൽ ACC പ്രസിഡന്റ് മറ്റാരുടെയെങ്കിലും മണ്ഡലത്തിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരിക്കും. അപ്പോൾ ഡൽഹിയിൽ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കേണ്ടത് ഈ സംഘടനയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇതിനിടയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. ചില വിമതർ വരും, അവരെ പുറത്താക്കുക, അല്ലെങ്കിൽ അവരെ വഴിക്ക് കൊണ്ടുവരിക, അവരെ അച്ചടക്കത്തിൽ നിർത്തുക.
ഉണ്ടാവുക, ചില സംസ്ഥാനങ്ങളിൽ ചില മുന്നണി പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിനെല്ലാത്തിനും ഒറ്റവാക്കിൽ ഒറ്റ തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ട ചുമതലയുള്ളത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് KCയുടെ ആ തിരക്കിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാകാം വയനാട് പോലെ കുറച്ചുകൂടെ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലേക്ക് KC മാറാൻ ആലോചിക്കുന്നതും. വയനാട്ടിലാകുമ്പോൾ കുറച്ചുകൂടി ഒരു കോൺഗ്രസിന്റെ അനുഭാവ മണ്ഡലമായതുകൊണ്ട് തന്നെ അത്രയും ആലപ്പുഴയിൽ നിന്ന് ആരിഫിനെതിരെ നിന്ന് പോരാടേണ്ടത് പോലൊരു സാഹചര്യം വയനാട്ടിൽ ഒരു പക്ഷേ ഒരു അല്പം സാവകാശം കൂടി കിട്ടും. വയനാട്ടിൽ തന്നെ വേണമെങ്കിൽ KC വേണുഗോപാലിന് ഒരു ഓഫീസ് സെറ്റ് ചെയ്തുകൊണ്ട് ദേശീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സാവകാശവും ലഭിക്കും. അതുകൊണ്ടാകാം ഒരു പക്ഷേ വയനാട്ടിലേക്ക് മാറാൻ ആലോചിക്കുന്നത്. തീർച്ചയായും TJ ശ്രീലാൽ, നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ